ഹായ് എവരിവൺ, PSC റാങ്ക് ഹോൾഡർ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നലെ നമ്മൾ 50 ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 51ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. വൺ ഓഫ് ദ മോസ്റ്റ് കോമൺ ഫുഡ് ബോൺ പാത്തജൻ ഫ്രം അണ്ടർ കുക്ക്ഡ് പോൾട്രി ആൻഡ് എഗ്ഗ്. അപ്പോൾ അണ്ടർ കുക്ക്ഡ് ആയിട്ടുള്ള പോൾട്രിയും ഇതുപോലെ തന്നെ എഗ്ഗിനകത്തും മെയിനായിട്ട് കാണപ്പെടുന്ന ഒരു ഫുഡ് ബോൺ ആയിട്ടുള്ള പാത്തജനാണ് സാൽമോണല്ല. ഓക്കെ, നമ്മുടെ ടൈഫോയിഡ്, സാൽമോണല്ല ടൈഫൈ, അതുപോലെ തന്നെ സാൽമോണല്ല പാരാടൈഫൈ, പിന്നെ സാൽമോണലോസിസ് ഒക്കെ കോസ് ചെയ്യുന്നുള്ള സാൽമോണല്ല. ഓക്കെ, വിച്ച് അമംഗ് ദ ഫോളോയിങ് ഈസ് എ ഫെർമെൻറ്റഡ് സോയ പ്രൊഡക്റ്റ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ MCQ ഡിസ്കഷൻ്റെ കേസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, FSOൻ്റെ MCQ ഡിസ്കഷൻ്റെ കേസിലായിരുന്നു പറഞ്ഞത്. അപ്പോൾ ഇതിനകത്ത് സോയ പ്രൊഡക്റ്റ് എന്നുള്ളത് ഏതാണ്? സോർക്രോട്ട്, സേക്ക്, മീസോ, യോഗട്ട്. അതിനകത്ത് മീസോ ആണ് സോയ പ്രൊഡക്റ്റായിട്ട് വരുന്നത്. ഓക്കെ, അതൊന്ന് നോക്കി നോക്കണേ, ഏതൊക്കെയാണ് സോയേൻ്റെ ഫെർമെൻറ്റഡ് പ്രൊഡക്ട്സ് എന്നുള്ളത്. ഇതിനു മുന്നേ ഒരുപാട് ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട്. നെക്സ്റ്റ്, പാർഷ്യലി ഡൈജസ്റ്റഡ് ഫോം ഓഫ് മാക്രോന്യൂട്രിയൻസ് അഡ്മിനിസ്റ്റേർഡ് ത്രൂ എ സ്പെഷ്യൽ റൂട്ട് ടു പേഷ്യൻസ് ഹു ഹാവ് പാത്തോളജിക്കൽ കണ്ടീഷൻസ് ഓഫ് ഗ്യാസ്ട്രോ ഇൻറ്റെസ്റ്റിനൽ ട്രാക്ട് പ്രിവെൻറ്റിംഗ് നോർമൽ ഡൈജഷൻ. അതിനെയാണ് നമ്മൾ എലമെൻ്റൽ ഫോർമുലാസ് എന്ന് പറയാം. എന്താണ്? പാർഷ്യലി ഡൈജസ്റ്റഡ് ഫോം ഓഫ് മൈക്രോന്യൂട്രിയൻസ് അഡ്മിനിസ്റ്റേർഡ് ത്രൂ എ സ്പെഷ്യൽ റൂട്ട് ടു ദ പേഷ്യൻസ് who have pathological conditions of gastrointestinal tract preventing normal digestion. നോർമൽ ഡൈജഷൻ നടക്കാത്ത ആൾക്കാരിൽ നമ്മൾ എന്താ ചെയ്യുക? പാർഷ്യലി ഡൈജസ്റ്റഡ് ആയിട്ടുള്ള മാക്രോന്യൂട്രിയൻസ് കൊടുക്കുന്നതിനാണ് നമ്മൾ എലമെൻ്റൽ ഫോർമുല എന്ന് പറയാം. നെക്സ്റ്റ്, GFR ലെസ് ദാൻ എത്രയാണ്? ഒരു 50 ml/minute ആണെങ്കിൽ നമ്മൾ എന്ത് പറയാം? കിഡ്നി ഫെയിലിയർ ആണെന്ന് പറയാം അല്ലേ. എന്താണ്? ഗ്ലോമറുല ഫിൽട്രേഷൻ റേറ്റ് എത്രയാണ്? 15 ml/minute കുറവായാൽ നമ്മൾ എന്ത് പറയും? കിഡ്നി ഫെയിലിയർ എന്ന് പറയും. Feeding method in premature infants, where a soft feeding tube is inserted through the infant's nose and into the stomach. അതിനാണ് നമ്മൾ ഗ്യാസ്ട്രിക് ഗ്യാവേജ് എന്ന് പറയാം. എന്താണ്? ഒരു ഫീഡിങ് മെത്തേഡാണ്. ഇൻ പ്രിമച്വർ ഇൻഫൻസ് വേർ എ സോഫ്റ്റ് ട്യൂബ് ഈസ് ഇൻസേർട്ടഡ് ത്രൂ ദ ഇൻഫൻസ് നോസ് ആൻഡ് ഇൻ ടു ദ സ്റ്റൊമക്ക്. അതിനാണ് നമ്മൾ എന്താ പറയുക? ഗ്യാസ്ട്രിക് ഗ്യാവേജ് എന്ന് പറയാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡിസീസ് കണ്ടീഷൻ നെസസിറ്റേറ്റ്സ് എ ലോ സോഡിയം ഡയറ്റ്. ലോ സോഡിയം ഡയറ്റ് മൂലം ഉണ്ടാകുന്ന ഒരു ഡിസീസ് കണ്ടീഷനാണ് സിറോട്ടിക് അസൈഡ്സ് എന്ന് പറയുന്നത്. ഏതാണ്? സിറോട്ടിക് അസൈഡ്സ്. നെക്സ്റ്റ്, മോഡസ്റ്റ് യൂസ് ഓഫ് ഫുഡ്സ് ഓർ സപ്ലിമെൻറ്റ്സ് കണ്ടെയ്നിങ് പ്രോബയോട്ടിക് കോമ്പോണൻസ് ആർ ഹെൽപ്ഫുൾ ടു കൺട്രോൾ ഡയറിയ. എന്താണ്? മോഡസ്റ്റ് യൂസ് ഓഫ് ഫുഡ്സ് ഓർ സപ്ലിമെൻറ്റ്സ് കണ്ടെയ്നിങ് പ്രോബയോട്ടിക്സ്. അപ്പോൾ പ്രോബയോട്ടിക് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. അതിൻ്റെ എല്ലാ വശങ്ങളും ഒന്ന് ജസ്റ്റ് നോക്കി വെച്ചോക്കാം കേട്ടോ, റിവിഷൻ പോലെ. സോ അതെന്താണെന്ന് പറയുന്നുള്ളത്? ഡയറിയനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, കൺട്രോൾ ചെയ്യാൻ വേണ്ടി, പ്രിവെൻ്റ് അല്ല കൺട്രോൾ ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നു. നെക്സ്റ്റ്, ഹെപ്പറ്റൈറ്റിസ് ദാറ്റ് ഈസ് ട്രാൻസ്മിറ്റഡ് ബൈ ദ ഫീക്കൽ ഓറൽ റൂട്ട്. അപ്പോൾ ഹെപ്പറ്റൈറ്റിസ് എ ഉണ്ട്, ബി ഉണ്ട്, അല്ല ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. അതിനകത്ത് എന്താണ് ചോദ്യം? ഫീക്കൽ ഓറൽ റൂട്ടിൽ കൂടി ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ഹെപ്പറ്റൈറ്റിസ് എ ആണ്. പിന്നെ ദ പ്രൈമറി കൊളസ്ട്രോൾ കാരിയർ ഇൻ ബ്ലഡ്. ബ്ലഡിനകത്തുള്ള പ്രൈമറി കൊളസ്ട്രോൾ കാരിയറാണ് LDL, ലോ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ. ഓക്കെ, LDL. പിന്നെ ലിപ്പിഡ്സിൻ്റെ ക്ലാസ് നാളെ ചെയ്തുതരാം കേട്ടോ. ലിപ്പിഡ്സിൻ്റെ വീഡിയോ നാളെ അല്ലെങ്കിൽ മൺഡേക്കുള്ളിൽ നമ്മൾ ലിപ്പിഡ്സിൻ്റെ ചെയ്തുതരാം. ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ പറയണേ. അതല്ല ആവശ്യമല്ല മറ്റേതെങ്കിലും ടോപ്പിക്കാണ് ആവശ്യമെങ്കിൽ അതും കൂടി ഒന്ന് പറയണേ. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ ഇൻ്റർമീഡിയൻറ്റ് ടൈപ്പ് ഓഫ് ഫീവർ. അപ്പോൾ ഇൻ്റർമീഡിയൻറ്റ് ടൈപ്പ് ഓഫ് ഫീവറിനകത്ത് വരുന്നത് മലേറിയ ആണ്. മലേറിയൻ്റെ പോസിറ്റീവ് ഓർഗാൻസും കാര്യങ്ങളൊക്കെ ഒന്ന് റിവൈസ് ചെയ്യാം. എന്താണ് ഇൻ്റർമീഡിയൻറ്റ് ടൈപ്പ് ഓഫ് ഫീവർ വെച്ചാൽ മലേറിയ ആണ്. ദ മോസ്റ്റ് കോമൺ കൈൻഡ് ഓഫ് സ്റ്റോൺസ് ഫൗണ്ട് ഇൻ പീപ്പിൾ വിത്ത് ഗൗട്ട്. അപ്പോൾ ഗൗട്ട് ഡിസീസ് ഉള്ള, ഗൗട്ട് കണ്ടീഷനുള്ള ആൾക്കാരിൽ കാണപ്പെടുന്നില്ല മോസ്റ്റ് കോമൺ ടൈപ്പ് ഓഫ് ഏതാണ്? സ്റ്റോൺ ഏതാണ്? യൂറിക് ആസിഡ് ആണ്. അപ്പോൾ യൂറിക് ആസിഡ് എപ്പോഴും ഗൗട്ട് ഡിസീസുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ ഓർത്തുക, യൂറിക് ആസിഡ്, ഗൗട്ട്. നെക്സ്റ്റ്, എ സിൻഡ്രോം ഫൗണ്ട് ഇൻ ക്യാൻസർ പേഷ്യൻസ് characterized by systemic inflammation, negative protein and energy balance and an involuntary loss of lean body mass. അപ്പോൾ എന്താണ്? ക്യാൻസർ പേഷ്യൻസിൽ കാണപ്പെടുന്ന ഒരു സിൻഡ്രോമാണ്. അതിൻ്റെ പേരാണ് കാച്ചെക്സിയ എന്ന് പറയുന്നത്. കാക്കെക്സിയ അല്ലെങ്കിൽ കാച്ചെക്സിയ എന്നൊക്കെ പറയുന്നത് ഓപ്ഷൻ ബി. ഓക്കെ, എന്താണെന്ന് നോക്കി വെച്ചാൽ അതിനകത്തുള്ള സിംറ്റംസ് എന്താണ്? സിസ്റ്റമിക് ഇൻഫ്ലമേഷൻ ഉണ്ടാവും, നെഗറ്റീവ് പ്രോട്ടീൻ ആൻഡ് എനർജി ബാലൻസ് ആൻഡ് ആൻ ഇൻവോളണ്ടറി ലോസ് ഓഫ് ലീൻ ബോഡി മാസ്. ഇൻക്രീസ്ഡ് ലെവൽസ് ഓഫ് അമോണിയ ഇൻ ബ്ലഡ് ക്യാൻ ലീഡ് ടു. അപ്പോൾ നമ്മുടെ ബ്ലഡിനകത്ത് അമോണിയൻ്റെ ലെവൽ ഇൻക്രീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എങ്ങോട്ടേക്ക് പോകും? ഹെപ്പാറ്റിക് കോമ എന്ന് പറയുന്ന കണ്ടീഷനിലോട്ട് പോകും. ക്വസ്റ്റ്യൻ നമ്പർ 64. ദ കോംപ്ലക്സ് ഇൻഫ്ലമേറ്ററി പ്രോസസ് ഇൻ ആർത്രൈറ്റിസ് ഈസ് മീഡിയേറ്റഡ് ബൈ. അപ്പോൾ എന്താണ്? നമ്മുടെ ആർത്രൈറ്റിസ് അറിയാലോ. അപ്പോൾ ആർത്രൈറ്റിസിൽ ഉണ്ടാകുന്നുള്ള ആ ഇൻഫ്ലമേറ്ററി പ്രോസസ്സ്, കോംപ്ലക്സ് ആയിട്ടുള്ള ഇൻഫ്ലമേറ്ററി പ്രോസസ്സ് മീഡിയേറ്റ് ചെയ്യുന്നത് പ്രോസ്റ്റാഗ്ലാൻഡിൻസ് ആണ്.
The special factor present in breast milk that helps to prevent the growth of E. coli. ഇപ്പോൾ ബ്രസ്റ്റ് മിൽക്കിനകത്ത് കാണപ്പെടുന്നുള്ള ഒരു സ്പെഷ്യൽ ഫാക്ടർ ഏതെന്നാണ്, അതായത് ഈ കൊളൈൻ്റെ ഗ്രോത്ത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു സ്പെഷ്യൽ ഫാക്ടറാണ് ബൈഫിഡസ് ഫാക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, ബൈഫിഡസ് ഫാക്ടർ. നെക്സ്റ്റ് ICMR സ്റ്റാൻഡേർഡ് 2020 ആണ്. അപ്പോൾ അതിന് ശേഷം വന്നിരിക്കുന്ന സ്റ്റാൻഡേർഡ് ജസ്റ്റ് ഒന്ന് റിഫർ ചെയ്ത് നോക്കുക കേട്ടോ. ഫോർ വൈറ്റമിൻ സി റിക്വയർമെൻറ്റ് ഡ്യൂറിങ് പ്രഗ്നൻസി ഈസ്, വൈറ്റമിൻ സി റിക്വയർമെൻറ്റ് എത്രയാണ്? 80 മില്ലിഗ്രാം ആണ് കേട്ടോ. 80 ആണ്, മാറിപ്പോകരുത്. നെക്സ്റ്റ് ഇവിടെ എന്താണ്, നമ്മൾ വൈറ്റമിൻ എയും അതുപോലെ തന്നെ സി, പിന്നെ അയൺ, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി വെച്ചാൽ നോക്കുക. FSOൻ്റെ കേസിൽ നമുക്ക് അയൺ ചോദിച്ചിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് ദ മസിൽ ഡീജനറേഷൻ ദാറ്റ് ബിക്കംസ് മോർ കോമൺ ഇൻ ലേറ്റർ അഡൽട്ട്ഹുഡ് ഈസ്, എന്താണ്? മസിൽ ഡീജനറേഷൻ ദാറ്റ് ബിക്കംസ് മോർ കോമൺ ഇൻ ലേറ്റർ അഡൽട്ട്ഹുഡ്, അതിനാണ് നമ്മൾ എന്താ പറയുക? സാർക്കോപീനിയ. ഓക്കെ, എന്താണ്? സാർക്കോപീനിയ. ഓക്കെ, മസിൽ ഡീജനറേഷൻ എവിടെ, ആരിലാണ്? ഇൻ ലേറ്റർ അഡൽട്ട്ഹുഡ്. ഓക്കെ, അതിനാണ് നമ്മൾ എന്താ പറയുക? സാർക്കോപീനിയ. വൈറ്റമിൻ എ ഡെഫിഷ്യൻസി ഇൻ ചിൽഡ്രൻ ക്യാൻ ലീഡ് ടു, എന്താണ്? വൈറ്റമിൻ എ ഡെഫിഷ്യൻസി ചിൽഡ്രനിൽ ഉണ്ടാകുന്നതാണ് പുവർ കോഗ്നിഷൻ. ഓക്കെ, പുവർ കോഗ്നിഷൻ. അതുകൂടാണ്ട് പലതരത്തിലുള്ള ഡിസീസിൻ്റെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ്? വൈറ്റമിൻ എൻ്റെ ഡെഫിഷ്യൻസി മൂലം നൈറ്റ് ബ്ലൈൻഡ്നെസ് ഉണ്ടാകുന്നൊക്കെ അല്ലേ. അപ്പോൾ അതൊക്കെ ഒന്ന് പഠിച്ചു വെക്കാം. ഓരോ വൈറ്റമിൻ്റെ ഡെഫിഷ്യൻസി ഇമ്പോർട്ടൻ്റ് ആണ്, അതൊന്ന് റിവൈസ് ചെയ്ത് വെക്കണേ, ഒരു ഷോർട്ട് നോട്ട് ആക്കി വെക്കുക. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻ ഈസ് നോട്ട് ഒബ്സർവ്ഡ് ഇൻ എ ചൈൽഡ് സഫറിങ് ഫ്രം മറാസ്മസ്. അപ്പോൾ ക്വാഷിയോർക്കർ അതുപോലെ തന്നെ മറാസ്മസ് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് ഒക്കെ ഒന്ന് പഠിച്ചു വെക്കുക. നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് വൈസ് വന്നാലും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റണം. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്? മറാസ്മസ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻ ഈസ് നോട്ട് ഒബ്സർവ്ഡ് ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ ഏതിനകത്തുണ്ട്? മറാസ്മസിനകത്ത് വരുന്നുണ്ട്. വാട്ടറി ഡയറിയ വിത്ത് ആസിഡ് സ്റ്റൂൾസ്, പിന്നെ വിസിബിൾ പെരിസ്റ്റാൾസിസ് ഫ്രം തിൻ അബ്ഡോമിനൽ വാൾ, സബ്നോർമൽ ടെമ്പറേച്ചർ, ഇതൊക്കെ അതിനകത്ത് കാണപ്പെടുന്നുള്ള ഒരു ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷനാണ്. എന്നാൽ ജനറലൈസ്ഡ് എഡിമ അതിനകത്ത് വരുന്നില്ല. നെക്സ്റ്റ്, പീജിയൻ ചെസ്റ്റ് ഇൻ ചിൽഡ്രൻ ക്യാൻ ബി എ സിംറ്റം ഓഫ് ദ ഡെഫിഷ്യൻസി ഓഫ്, ഏതാണ് ക്വസ്റ്റ്യൻ? പീജിയൻ ചെസ്റ്റ്. അപ്പോൾ അത് വൈറ്റമിൻ ഡി ആണ്. ഓക്കെ, പീജിയൻ ചെസ്റ്റ് ഇൻ ചിൽഡ്രൻ ക്യാൻ ബി എ സിംറ്റം ഓഫ് ദ ഡെഫിഷ്യൻസി ഓഫ് vitamin D. Which among the following is not a method of nutritional assessment using anthropometry? എന്താണ് anthropometry? Which among the following is not a method of nutritional assessment ആണ് ക്വസ്റ്റ്യൻ. അപ്പം MUAC, സ്കിൻ ഫോൾഡ് തിക്നെസ്, വേസ്റ്റ് സർക്കംഫറൻസ്, ഇതൊക്കെ എന്താണ്? ഒരു ന്യൂട്രീഷണൽ അസസ്മെൻ്റ് ആണ് യൂസിങ് ആന്ത്രോപ്പോമെട്രി, എന്നാൽ ബ്ലഡ് പ്രഷർ അല്ല. ഓക്കെ, നെക്സ്റ്റ് 72. An anthropometric assessment method of body fat distribution used as an indicator of health risk എന്താണ്? waist to hip ratio. എന്താണ്? waist to hip ratio. എന്താണ്? ഫാറ്റ് ഡിസ്ട്രിബ്യൂഷൻ ആണ്. മെത്തേഡ് ഓഫ് ബോഡി ഫാറ്റ് ഡിസ്ട്രിബ്യൂഷൻ യൂസ്ഡ് ആസ് ആൻ ഇൻഡിക്കേറ്റർ ഓഫ് ഹെൽത്ത് റിസ്ക്, വേസ്റ്റ് ടു ഹിപ്പ് റേഷ്യോ. നെക്സ്റ്റ്, ദ മിഡ് ഡേ മീൽ പ്രോഗ്രാം, അറിയാലോ അതിൻ്റെ വർഷങ്ങളും കാര്യങ്ങളൊന്നും പഠിച്ചു വെക്കണേ. മിഡ് ഡേ മീൽ പ്രോഗ്രാം or school lunch program aims to provide at least 1/3 of calories and 1/2 of proteins. കലോറീസിൻ്റെ നമ്മുടെ ടോട്ടൽ ഡെയിലി റിക്വയർമെൻറ്റ് 1/3 കാലോറിയും അതുപോലെ തന്നെ പ്രോട്ടീൻ റിക്വയർമെൻറ്റ് 1/2 പ്രോട്ടീനും കൊടുക്കാനാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് മിഡ് ഡേ മീൽ പ്രോഗ്രാം. ഇത് അസേഷനായിട്ടോ മറ്റും വരികയാണെങ്കിൽ എല്ലാ കാര്യങ്ങളും അതിൻ്റെ റിലേറ്റ് ചെയ്തിരിക്കുന്ന ഇയറും കാര്യങ്ങളൊക്കെ ഒന്ന് റിവൈസ് ചെയ്ത് വെക്കുക. നെക്സ്റ്റ്, ഫുഡ്സ് ആഫ്റ്റർ തോയിങ് മസ്റ്റ് ബി. ആഫ്റ്റർ തോയിങ് എന്താണ്? ഫുഡ് നമ്മൾ എന്ത് ചെയ്യണം? ഇമീഡിയറ്റ്ലി കൺസ്യൂം ചെയ്യണം. ഓക്കെ, ഇമീഡിയറ്റ്ലി കൺസ്യൂം ചെയ്യണം. ബാക്കിയുള്ള ഓപ്ഷനൊന്നും വരില്ല കേട്ടോ. വീണ്ടും നമ്മളത് റെഫ്രിജറേറ്റ് ചെയ്യാൻ പാടില്ല, വീണ്ടും സ്റ്റോർ ചെയ്ത് വെക്കാനും പാടില്ല. ഇമീഡിയറ്റ്ലി കൺസ്യൂം ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ്, ഡെഫിഷ്യൻസി ഓഫ് വിച്ച് ന്യൂട്രിയൻ ഇൻക്രീസസ് ദ റിസ്ക് ഓഫ് ബർത്ത് ഡിഫക്റ്റ് സ്പൈന ബൈഫിഡ. അപ്പോൾ ഇതാണ് ഫോലിക് ആസിഡിൻ്റെ ഡെഫിഷ്യൻസി മൂലമാണ് സ്പൈന ബൈഫിഡ എന്ന് പറയുന്നുള്ള ഒരു എന്താണ് ഡെഫിഷ്യൻസി ഉണ്ടാകുന്നത്. ഓക്കെ, സ്പൈന ബൈഫിഡ നമ്മുടെ എന്താണ് ബാക്ക് പെയിൻ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുള്ളൊരു കണ്ടീഷനാണ് ഈ സ്പൈന ബൈഫിഡ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, വൈൽ പ്ലാനിങ് ഫോർ ന്യൂട്രീഷൻ എഡ്യൂക്കേഷൻ ഇവാലുവേറ്റിംഗ് എ പേഷ്യൻസ് പ്രീവിയസ് നോളജ് ആസ് വെൽ ആസ് സോഷ്യോ എക്കണോമിക് ഫാക്ടേഴ്സ് ദാറ്റ് മേ അഫക്റ്റ് ദെയർ എബിലിറ്റി ടു ലേൺ ഈസ് കണ്ടെക്സ്റ്റ് ഇവാലുവേഷൻ. എന്താണ്? വൈൽ പ്ലാനിങ് ഫോർ ന്യൂട്രീഷണൽ എഡ്യൂക്കേഷൻ evaluating a patient's previous knowledge as well as socio-economic factors that may affect their ability to learn. അതിനാണ് നമ്മൾ context evaluation എന്ന് പറയാം. നെക്സ്റ്റ്, എ സ്റ്റീരിയോ ഐസോമർ.
സ്റ്റീരിയോ ഐസോമേഴ്സ് അറിയാലോ. സ്റ്റീരിയോ ഐസോമർ ഓഫ് ദ നാച്ചുറലി occurring cis fatty acid in which hydrogen is added back across the double bond formed during high temperature treatment of hydrogenated fat. എന്താണ് ട്രാൻസ് ഫാറ്റ്. ഓക്കെ, എന്താണ് ട്രാൻസ് ഫാറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് നമ്മുടെ സിസ് ഫാറ്റി ആസിഡിൻ്റെ ഒരു സ്റ്റീരിയോ ഐസോമറാണ്. അതിനകത്ത് എന്താണ് നടക്കുന്നത്? ഹൈഡ്രജൻ ബോണ്ട്, ഹൈഡ്രജൻ ബോണ്ടല്ല, ഹൈഡ്രജൻ ഈസ് ആഡഡ് ബാക്ക് അക്രോസ് ദ ഡബിൾ ബോണ്ട് ഫോംഡ്. ഇതെപ്പോഴാണ് ഉണ്ടാവുക? ഫോംഡ് ഡ്യൂറിങ് ഹൈ ടെമ്പറേച്ചർ ട്രീറ്റ്മെൻറ്റ് ഓഫ് ഹൈഡ്രോജനേറ്റഡ് ഫാറ്റ്. ഹൈഡ്രോജനേറ്റഡ് ഫാറ്റിൻ്റെ ഹൈ ടെമ്പറേച്ചർ ട്രീറ്റ്മെൻറ്റ് സമയത്താണ് ഇത് ഉണ്ടാകുന്നത്. ട്രാൻസ് ഫാറ്റാണ്. Reaction where amino acids in protein react with reducing sugar in carbohydrate at high temperature to form a complex brown colored compound. അതിനാണ് നമ്മൾ എന്താ പറയുക? മൈലാർഡ് റിയാക്ഷൻ ഇല്ലേ? FSOൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്തു. ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് കമ്പൽസറി വരുന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണെന്ന്. ഡയറക്റ്റായിട്ട് ഇങ്ങനെ ചോദിച്ചില്ലെങ്കിലും തിരിച്ചിട്ടായിരുന്നു അവിടെ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത്. ഓക്കെ, റിയാക്ഷൻ where amino acids in protein react with reducing sugar in carbohydrate at high temperature to form complex brown colored compound. അതിനാണ് നമ്മൾ മൈലാർഡ് റിയാക്ഷൻ എന്ന് പറയാം. വിച്ച് ഓഫ് ദ ഫോളോവിങ് പ്രോപ്പർട്ടി ഓഫ് എഗ് ഹാസ് ഗോട്ട് ക്യുലിനറി റോൾ? ഏതാണ് വരിക? ലീവനിങ് പ്രോപ്പർട്ടിയാണ്. അപ്പോൾ നമുക്കറിയാം നമ്മുടെ എഗ്ഗിന് എന്താണ് തിക്കനിങ് എബിലിറ്റി ഉണ്ട്, അതുപോലെ തന്നെ ബൈൻഡിങ് എബിലിറ്റി ഉണ്ട്, ലീവനിങ് ഉണ്ട്. അതിൻ്റെ പ്രോപ്പർട്ടീസ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ അതിനകത്ത് ഏത് പ്രോപ്പർട്ടിയാണ് ഒരു ക്യുലിനറി റോൾ ഉള്ളതെന്നാണ്. അപ്പോൾ അത് ലീവനിങ് പ്രോപ്പർട്ടിയാണ്. ദ ഫസ്റ്റ് സ്റ്റെപ്പ് ബൈ എ പർച്ചേസ് ഓഫീസർ ഇൻ പ്ലേസിങ് പർച്ചേസ് ഓർഡർ. എന്താണ്? ഐഡൻറ്റിഫൈ നീഡ് അല്ലേ? എന്താണ് ഒരു പർച്ചേസ് ഓഫീസറിൽ ഒരു പർച്ചേസ് ഓർഡർ പ്ലേസ് ചെയ്യുന്നതിന് മുന്നേയുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ആ നീഡ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക അല്ലേ? ടേം ടു ഡിസ്ക്രൈബ് ദ എമൗണ്ട് ഓഫ് പർട്ടിക്കുലർ ഐറ്റം റിക്വയർഡ് ടു മീറ്റ് ആൻ ഓപ്പറേഷൻസ് നീഡ് ഡ്യൂറിങ് എ സ്പെസിഫിക് പീരീഡ് ഓഫ് ടൈം. അതിന് നമ്മൾ എന്താ പറയും? പാർ സ്റ്റോക്ക് എന്ന് പറയും. ഓക്കെ, ആ പാർ സ്റ്റോക്ക് ഒന്ന് പഠിച്ചു വെക്കുക. റെസിജ്വൽ സ്റ്റോക്ക്, റണ്ണിങ് സ്റ്റോക്ക്, ആ പറഞ്ഞിരിക്കുന്ന ടേംസ് ഒക്കെ ഒന്ന് പഠിച്ചു വെക്കുക കേട്ടോ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് ഹൈഡ്രോജനേറ്റഡ് ഫാറ്റ്? ഹൈഡ്രോജനേറ്റഡ് ഫാറ്റിന് എക്സാമ്പിളാണ് മാർഗറിൻ. ഈ മാർഗറിൻ്റെ എക്സാമ്പിൾ ഒന്ന് പഠിച്ചു നോക്കണേ. ഓക്കെ, മാർഗറിൻ്റെ എക്സാമ്പിൾ. നെക്സ്റ്റ് ദ ഇമ്പോർട്ടൻറ്റ്, അത് ഏതോ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ മീൻസ് നമ്മുടെ കേരള PSC അല്ല, സെൻട്രൽ എക്സാംസിൽ ഏതിലോ ഒന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. മാർഗറിൻ്റെ എക്സാമ്പിളാണെന്ന് പറഞ്ഞിട്ട് കറക്റ്റ് ഓർമ്മയില്ല. അസറ്റിക് ആസിഡോ അങ്ങനെ ഏതൊക്കെയോ ഓപ്ഷനിലുണ്ടായിരുന്നു. അതൊന്ന് ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കാം. നെക്സ്റ്റ് ദ ഇമ്പോർട്ടൻറ്റ് ഫേസസ് ഇൻ ദ സ്റ്റാൻഡർഡൈസേഷൻ ഓഫ് റെസിപ്പി ഇൻക്ലൂഡ്സ്. ഇമ്പോർട്ടൻറ്റ് ഫ്രേസസ് ആണ്. റെസിപ്പി വെരിഫിക്കേഷൻ, പ്രൊഡക്റ്റ് ഇവാലുവേഷൻ, ക്വാണ്ടിറ്റി അഡ്ജസ്റ്റ്മെൻറ്റ്. എന്താണ്? സ്റ്റാൻഡർഡൈസേഷൻ ഓഫ് റെസിപ്പിയിൽ വരുന്നതാണ് റെസിപ്പി വെരിഫിക്കേഷൻ, പിന്നീട് പ്രൊഡക്റ്റ് ഇവാലുവേഷൻ, പിന്നെ ക്വാണ്ടിറ്റി അഡ്ജസ്റ്റ്മെൻറ്റ്. നെക്സ്റ്റ് കോൾസ്ലോ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് കോമ്പൗണ്ട് സലാഡ്. ഓക്കെ, കോമ്പൗണ്ട് സാലഡ് ഓർ സലാഡ്. ദ മോസ്റ്റ് പേഴ്സണലൈസ്ഡ് മെത്തേഡ് ഓഫ് സർവീസ് എമംഗ് ദ ഫോളോവിങ്. ദ മോസ്റ്റ് പേഴ്സണലൈസ്ഡ് മെത്തേഡ് ഓഫ് സർവീസിനെയാണ് ഓപ്ഷൻ സി ആയിട്ടുള്ള ഗ്വെറിഡൻ സർവീസ് എന്ന് പറയാം. എന്താണ്? ഗ്വെറിഡൻ സർവീസ്. നെക്സ്റ്റ് 86 എ ബിസ്ക് സൂപ്പ് ഈസ് മേഡ് അപ്പ് ഓഫ്. എ ബിസ്ക് സൂപ്പ് എന്ന് പറയുന്നത് ലോബ്സ്റ്ററും പ്രോൺസും അതുപോലെ തന്നെ ക്രാബും കൊണ്ടുണ്ടാക്കുന്ന ഒരു സൂപ്പാണ്. എന്താണ്? ലോബ്സ്റ്റർ, പ്രോൺസ്, ക്രാബ്. നെക്സ്റ്റ് എ സെറ്റ് മെനു ടൈപ്പ് പ്ലാൻഡ് ബൈ ദ ഹോസ്റ്റ് ഓഫറിംഗ് ലിമിറ്റഡ് ചോയ്സസ് ഓഫ് ഡിഷസ് ഫോർ ഈച്ച് കോഴ്സ് ആൻഡ് ബിറ്റ്വീൻ കോഴ്സസ്. അതിനെയാണ് നമ്മൾ ടേബിൾഡ് ഹോട്ട് മെനു എന്ന് പറയുന്നത്. ഓക്കെ, ടേബിൾഡ് ഹോട്ട് മെനു എന്ന് പറയുന്നത് എ സെറ്റ് മെനു ടൈപ്പ് പ്ലാൻഡ് ബൈ ദ ഹോസ്റ്റ് ഓഫറിംഗ് ഡിഫറെൻറ്റ് ലിമിറ്റഡ് ചോയ്സ് ഓഫ് ഡിഷസ് ഫോർ ഈച്ച് കോഴ്സ് ആൻഡ് ബിറ്റ്വീൻ കോഴ്സസ്. നെക്സ്റ്റ് എ ഡ്രൈ ഹീറ്റ് മെത്തേഡ് of cooking which uses direct or radiant heat from the gas flames or charcoal or electric units. അതിനാണ് നമ്മൾ എന്തെന്ന് പറയുക? ബ്രോയിലിംഗ് എന്ന് പറയാം. എന്താണ്? അതൊരു ഡ്രൈ ഹീറ്റ് മെത്തേഡാണ് ബ്രോയിലിംഗ്. നെക്സ്റ്റ് വിച്ച് among the following is not a main style of kitchen layout in food service establishment? അപ്പോൾ എൽ ഷേപ്പ് സ്റ്റൈല് ഒരു മെയിൻ സ്റ്റൈൽ അല്ലാത്തത് ഏതിനകത്ത്? ഫുഡ് സർവീസ് എസ്റ്റാബ്ലിഷ്മെൻറ്റിനകത്ത് കിച്ചൺ ലേഔട്ടിൻ്റെ മെയിൻ സ്റ്റൈൽ അല്ലാത്തത് ഏതാണ്? എൽ ഷേപ്പ് സ്റ്റൈലാണ്. ബാക്കി നമ്മുടെ ഐലൻഡ് സ്റ്റൈല്, സോൺ സ്റ്റൈല്, അസംബ്ലി ലൈനൊക്കെ എന്താണ് സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്നുള്ള ഒരു മെയിൻ സ്റ്റൈൽ ഓഫ് കിച്ചൺ ലേഔട്ടാണ്. വിച്ച് among the following is not achieved by standardizing a recipe? ഇതിനകത്ത് ഏതാണ് നോട്ട് അച്ചീവ്ഡ് ബൈ ആണ് ചോദിച്ചിട്ട് വന്നിരിക്കുന്നത്. ഫസ്റ്റ് നോക്കുക, കൺസിസ്റ്റൻറ്റ് ഫുഡ് ക്വാളിറ്റി, കൺട്രോളിങ് ഫുഡ് കോസ്റ്റ്, മെയിൻറ്റെയിനിങ് ഫുഡ് ഇൻവെന്ററി. അപ്പോൾ ഓപ്ഷൻ എയും ബിയും സിയും എന്താണ് അച്ചീവ്ഡ് ബൈ സ്റ്റാൻഡർഡൈസിങ് റെസിപ്പിയിൽ വരുന്നതാണ്. വെറൈറ്റി നമ്മൾ നോക്കാറില്ല.
Next, the inverted pyramid format for written communication suggests background information to be limited. എന്താണ് the inverted pyramid format for written communication suggests background information to be limited. Effective recruitment requires effective ആയിട്ടുള്ള റിക്രൂട്ട്മെൻറ്റിനകത്ത് എന്ത് വേണം, നമ്മുടെ ജോബ് റിക്വയർമെൻറ്റ് ഒരു ക്ലിയർ ആയിട്ടുള്ള ഐഡിയ വേണം അല്ലേ. എന്താണ് ക്ലിയർ ഐഡിയ ഓഫ് ജോബ് റിക്രൂട്ട്മെൻറ്റ്. Performance appraisals and review committees within an organization are mechanisms for എന്തിനു വേണ്ടിയിട്ടാണ് ഈ പെർഫോമൻസ് അപ്രൈസൽസും അതുപോലെ തന്നെ റിവ്യൂ കമ്മിറ്റി ഉണ്ടാകുന്നുള്ളത്? ഇൻറ്റേർണൽ ഇവാലുവേഷൻ ആണ് അല്ലേ. നമ്മൾ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഇൻറ്റേർണലി ഇവാലുവേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. The service system where food is prepared centrally and the processed food is distributed to other smaller units, അതിനാണ് നമ്മൾ പറയുക കമ്മീസറി എന്ന് പറയാം. കമ്മീസറി. ഓക്കെ. Which among the following is not a hygiene factor motivating the employee? ഇതിനകത്ത് ഏതാണ് മോട്ടിവേറ്റേഴ്സ് ആണ്. അതിനകത്ത് പേ ആയാലും കമ്പനി റൂൾസ് ജോബ് സെക്യൂരിറ്റി ഒക്കെ എന്താണ് നമ്മുടെ എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യുന്നുള്ള ഒരു ഹൈജീനിക് ഫാക്ടറാണ്. എന്നാൽ മോട്ടിവേറ്റേഴ്സ് ഒരു ഹൈജീനിക് ഫാക്ടറായിട്ട് അവിടെ വരുന്നില്ല. എ ടാഞ്ചിബിൾ ടൂൾ ഇൻ ഫുഡ് സർവീസ് മാനേജ്മെൻറ്റ്. ടാഞ്ചിബിൾ ആയിട്ടുള്ള ഒരു ടൂൾ ഏതാണ്? വർക്ക് ഷെഡ്യൂളാണ്. ഓക്കെ. ബാക്കി ഇപ്പോൾ നമ്മൾ പേഴ്സണാലിറ്റി ആയാലും ഡിസിഷൻ മേക്കിംഗ് ആയാലും കമ്മ്യൂണിക്കേഷനൊക്കെ ആയാലും ടാഞ്ചിബിൾ ടൂളായിട്ട് വരുന്നില്ല. ഓക്കെ. അപ്പോൾ അവിടെ വരുന്നത് വർക്ക് ഷെഡ്യൂൾ. ആൻ ഓർഗാനിക് ആസിഡ് യൂസ്ഡ് ഇൻ ഫുഡ് പ്രിസർവേഷൻ. അപ്പോൾ ഫുഡ് പ്രിസർവേഷനിൽ നമ്മൾ യൂസ് ചെയ്യുന്നുള്ള ഒരു ഓർഗാനിക് ആസിഡാണ് സോർബിക് ആസിഡ്. ഓക്കെ. സോർബിക് ആസിഡ്. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദീസ് മേ ലീഡ് ടു ക്രോസ് കണ്ടാമിനേഷൻ ഇൻ എ കിച്ചൺ എൻവയോൺമെൻറ്റ്. അപ്പോൾ അത് മാത്രം നോക്കുക. ഓപ്ഷൻ ബി നോക്കുക. കീപ്പിംഗ് എ ടവൽ ടു വൈപ്പ് യൂട്ടൻസിൽസ് ആൻഡ് പ്രിപ്പറേഷൻ സർഫസസ്. അപ്പോൾ നമ്മൾ എന്താണ് യൂട്ടൻസിൽസിന് എന്താണ് വൈപ്പ് ചെയ്യാനും അതുപോലെ തന്നെ പ്രിപ്പറേഷൻ സർഫസസ് ഒക്കെ വൈപ്പ് ചെയ്യുന്നുള്ള ആ ടവൽ വെച്ചിട്ട് എന്ത് വരാനുള്ള സാധ്യതയുണ്ട്? ക്രോസ് കണ്ടാമിനേഷൻ വരാനുള്ള സാധ്യതയുണ്ട്. മറ്റുള്ള ഓപ്ഷൻ നോക്കി. സ്റ്റെറിലൈസിങ് ദ സെർവിങ് എക്യുപ്മെൻറ്റ്. അവിടെ എന്ത് വരില്ല? സ്റ്റെറിലൈസേഷൻ വരില്ല. സ്റ്റോറിങ് ഫുഡ് ഇൻ സീൽഡ് കണ്ടെയ്നേഴ്സ്. ഓപ്ഷൻ സി. അവിടെയും കണ്ടാമിനേഷൻ വരാനുള്ള സാധ്യതയില്ല. പിന്നെ റിമൂവിങ് പേഴ്സണൽ ജ്വല്ലറി. പേഴ്സണൽ ജ്വല്ലറി റിമൂവ് ചെയ്ത് വെച്ചാലും ക്രോസ് കണ്ടാമിനേഷൻ വരാനുള്ള സാധ്യതയില്ല. അപ്പോൾ ഏതാണ്? കീപ്പിംഗ് എ ടവൽ ടു വൈപ്പ് യൂട്ടൻസിൽസ് ആൻഡ് പ്രിപ്പറേഷൻ സർഫസസ്. ആ ടവലിൽ നിന്നാണ് ക്രോസ് കണ്ടാമിനേഷൻ വരിക. നെക്സ്റ്റ്, പ്രോസസ് ഓഫ് ഐഡൻറ്റിഫൈങ് ആൻഡ് ഗ്രൂപ്പിംഗ് ദ വർക്ക് ടു ബി പെർഫോംഡ്, ഡിഫൈനിങ് ആൻഡ് ഡെലിഗേറ്റിംഗ് റെസ്പോൺസിബിലിറ്റി ആൻഡ് അതോറിറ്റി ആൻഡ് എസ്റ്റാബ്ലിഷിംഗ് റിലേഷൻഷിപ്സ് ഫോർ ദ പർപ്പസ് ഓഫ് ഇനേബിളിംഗ് പീപ്പിൾ ടു വർക്ക് എഫക്റ്റീവ്ലി ടുവേർഡ്സ് അക്കംപ്ലിഷിംഗ് ഒബ്ജക്റ്റീവ്സ്. അതിനാണ് നമ്മൾ എന്താ പറയുക? ഓർഗനൈസ് ചെയ്യുക അല്ലെങ്കിൽ ഓർഗനൈസേഷൻ എന്ന് പറയാം. എന്താണ്? പ്രോസസ് ഓഫ് ഐഡൻറ്റിഫൈയിങ് ആൻഡ് ഗ്രൂപ്പിംഗ് ദ വർക്ക് ടു ബി പെർഫോംഡ്, ഡിഫൈനിങ് ആൻഡ് ഡെലിഗേറ്റിംഗ് റെസ്പോൺസിബിലിറ്റി ആൻഡ് അതോറിറ്റി ആൻഡ് എസ്റ്റാബ്ലിഷിംഗ് റിലേഷൻഷിപ്സ് ഫോർ ദ പർപ്പസ് ഓഫ് ഇനേബിളിംഗ് പീപ്പിൾ ടു വർക്ക് എഫക്റ്റീവ്ലി ടുവേർഡ്സ് അക്കംപ്ലിഷിംഗ് ഒബ്ജക്റ്റീവ്സ്. അതിനാണ് നമ്മൾ ഓർഗനൈസേഷൻ എന്ന് പറയാം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. One of the most important interpersonal communications carried out before opening the restaurant for public. എന്താണ്? മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻ്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻസ്. അതിനാണ് നമ്മൾ പറയുക ബ്രീഫിംഗ് എന്ന് പറയാം. ഓക്കെ. അപ്പോൾ ഇത് 50 ക്വസ്റ്റ്യൻസാണ് നോക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നെക്സ്റ്റ് ഡേ ഒന്നെങ്കിൽ നമുക്ക് ലിപ്പിഡ്സിൻ്റെ ക്ലാസ് ആയിട്ട് വരാം, അല്ലെങ്കിൽ PYQ ഡിസ്കഷൻ. ഇനിയും നമുക്ക് ഒരുപാടില്ല കുറച്ച് സെറ്റ് PSCൻ്റെ തന്നെ PYQ ഉണ്ട്. അതുകൂടാണ്ട് സെൻട്രൽ എക്സാംസിൻ്റെയും കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ ഏതാണ് ആവശ്യമെന്ന് ഒന്ന് കമൻറ്റിലൂടെ പറഞ്ഞാൽ നമുക്കത് ചെയ്യാം. സോ താങ്ക് യു.